പ്ലസ് 1 ഫിസിക്സ് മൂന്നാമത്തെ ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. ഈ ചാപ്റ്ററാണ് നാം ഇന്ന് ഈ ക്ലാസ്സിൽ റിവിഷൻ ചെയ്യുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റൈറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പാത്ത് ലെങ്ത് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. പാത്ത് ലെങ്തിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും എല്ലാ പ്രോപ്പർട്ടീസും നാം അറിഞ്ഞിരിക്കണം. ഡിസ്റ്റൻസ് ഈസ് എ സ്കെയിലാർ വൈൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഫോർ എ മൂവിംഗ് പാർട്ടിക്കിൾ distance can never be zero or negative, while displacement can be zero, positive or negative. For a moving particle, distance can never decrease with time, while displacement can. Decrease in displacement with time means that the body is moving towards the initial position. Distance is always greater than or equal to displacement. Next question. Define average velocity. Average velocity is defined as the total displacement divided by the total time interval during which the motion takes place. Average velocity is equal to displacement divided by total time interval. x1 x2 എന്ന് പറയുന്നത് പൊസിഷനുകളും ആ പൊസിഷനുകളെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈമാണ് t1 t2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. v average is equal to x2 minus x1 divided by t2 minus t1, that is equal to delta x divided by delta t. Next question. Define average speed. Average speed is defined as the total path length traveled divided by the total time interval during which the motion has taken place. Average speed equal to total path length divided by total time interval. അടുത്ത question. Write the differences between average speed and velocity. ആവറേജ് സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആവറേജ് സ്പീഡ് ഈസ് എ സ്കെയിലാർ വൈൽ ആവറേജ് വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. For a moving body, speed can never be zero or negative, while velocity can be zero, positive or negative. Speed is always greater than or equal to velocity. അടുത്ത question. Define instantaneous velocity. The velocity at an instant is called instantaneous velocity. ടൈം ഇൻ്റർവൽ വളരെ ചെറുതായിരിക്കുമ്പോഴുള്ള ആവറേജ് വെലോസിറ്റി, അതിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ഇക്വേഷൻ എന്ന രൂപത്തിൽ ഇങ്ങനെ എഴുതാം. v is equal to limit delta t tends to 0 delta x divided by delta t. ഈ മുഴുവൻ ഇക്വേഷനെ നമുക്ക് ചുരുക്കി v equal to dx by dt എന്ന രീതിയിൽ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. When does the average velocity become equal to instantaneous velocity? എപ്പോഴാണ് ആവറേജ് വെലോസിറ്റി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിക്ക് ഈക്വൽ ആകുന്നത്? When the time interval delta t tends to 0, the average velocity becomes equal to instantaneous velocity. ടൈം ഇൻ്റർവൽ വളരെ ചെറുതായിരിക്കുമ്പോൾ അല്ലെങ്കിൽ പൂജ്യത്തിനോട് അടുക്കുന്ന സമയത്ത്, ആ സമയത്താണ് ആവറേജ് വെലോസിറ്റി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇവ തുല്യമാകുന്നത്. v equal to limit delta t tends to 0 delta x by delta t equal to dx by dt. The speedometer of a vehicle shows. അടുത്ത ക്വസ്റ്റ്യൻ ആണ്.
ഈ ക്വസ്റ്റ്യൻ പലതവണ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഒരു വെഹിക്കിളിൻ്റെ സ്പീഡോമീറ്റർ നമുക്ക് എന്താണ് കാണിച്ചു തരുന്നത്? ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ് നമുക്കതിൽ നിന്ന് ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ യൂണിഫോം മോഷൻ. എന്താണ് യൂണിഫോം മോഷൻ? ഇഫ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ covers equal distances in equal intervals of time, it is said to be in uniform motion along a straight line. തുല്യ സമയം കൊണ്ട് തുല്യ ദൂരമാണ് ഒരു വസ്തു സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തു യൂണിഫോം മോഷനിലാണ് എന്ന് നമുക്ക് പറയാം. അടുത്ത ചോദ്യം ഗ്രാഫാണ്. ഡ്രോ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് യൂണിഫോം പോസിറ്റീവ് വെലോസിറ്റി, യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റി ആൻഡ് അറ്റ് റെസ്റ്റ്. അതായത് ഒരു വസ്തു അതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് 3 സിറ്റുവേഷനിൽ തന്നിരിക്കുന്നു. ആ വസ്തു യൂണിഫോം പോസിറ്റീവ് വെലോസിറ്റിയിലിരിക്കുമ്പോൾ, യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റിയിലിരിക്കുമ്പോൾ, അതുപോലെ തന്നെ റെസ്റ്റിലിരിക്കുമ്പോൾ. ഈ ഗ്രാഫുകൾ നാം കൃത്യമായി തന്നെ പഠിക്കേണ്ടതാണ്. ഈ ചാപ്റ്ററിൽ നിരവധി ഗ്രാഫുകൾ, അതിൻ്റെ ഷേപ്പുകൾ നമുക്ക് പഠിക്കുവാനായിട്ട് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിഫോം മോഷൻ. യൂണിഫോം മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അത് വേർഡ്സിൽ എഴുതുകയാണെങ്കിൽ എ സ്ട്രൈറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടു ദ ടൈം ആക്സിസ് എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ്. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ലഭിക്കുന്നത്? ഉത്തരം വെലോസിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിഫോം മോഷൻ ഈസ്. ഒരു യൂണിഫോം മോഷനിലിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്, അതിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? എ സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് ലഭിക്കുക. സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ഗ്രാഫാണ് നമുക്ക് ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് നമുക്ക് ലഭിക്കുന്നത്? അതിൻ്റെ ഉത്തരം ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമുക്ക് എന്താണ് തരുന്നത്? അത് ആക്സിലറേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡിഫൈൻ ആവറേജ് ആക്സിലറേഷൻ. എന്താണ് ആവറേജ് ആക്സിലറേഷൻ? ആവറേജ് ആക്സിലറേഷൻ ഓവർ എ ടൈം ഇന്റർവൽ ഈസ് ഡിഫൈൻഡ് ആസ് the ratio of change in velocity to the time interval. നമുക്ക് 2 വെലോസിറ്റികളുണ്ട് ഒരു ഒബ്ജക്റ്റിൻ്റെ, V1 V2. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 ടൈം T1 T2 ഇവ ഉണ്ടെങ്കിൽ ആവറേജ് വെലോസിറ്റി A average is equal to V2 minus V1 divided by T2 minus T1 എന്ന് ലഭിക്കും. ഇതിനെ നമുക്ക് ചുരുക്കി ഡെൽറ്റ V divided by ഡെൽറ്റ T എന്ന രീതിയിൽ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Draw position time graph of an object moving with positive acceleration, negative acceleration, zero acceleration. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് വെലോസിറ്റികളുടെയും ഇപ്പോൾ ആക്സിലറേഷൻ്റെയും നാം പഠിക്കുകയാണ്. ഇവിടെയും പോസിറ്റീവ്, നെഗറ്റീവ്, അതുപോലെ സീറോ ആക്സിലറേഷൻ എന്ന രീതിയിലുള്ള ഗ്രാഫുകളാണ് നാം പഠിക്കുന്നത്. കൃത്യമായി തന്നെ ഇവയുടെ ഷേപ്പ് പഠിച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷൻ, യൂണിഫോം നെഗറ്റീവ് ആക്സിലറേഷൻ. ഇത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പോൾ ഇതും കൂടി പഠിക്കുക. അടുത്ത ഗ്രാഫിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ സ്റ്റോൺ ത്രോൺ വെർട്ടിക്കലി അപ്വാർഡ്സ് ആൻഡ് കംസ് ബാക്ക്. ഒരു സിറ്റുവേഷൻ തന്നിരിക്കുകയാണ്. ഈ സിറ്റുവേഷൻ്റെ ഗ്രാഫ് നമുക്ക് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. സ്ക്രീനിൽ കാണുന്ന രീതിയിൽ നമുക്ക് വരയ്ക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ഡ്രോ സ്പീഡ് ടൈം ഗ്രാഫ് ഓഫ് എ സ്റ്റോൺ ത്രോൺ വെർട്ടിക്കലി അപ്വാർഡ്സ് ആൻഡ് കംസ് ബാക്ക്.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. ഇപ്പോൾ പ്രതിപാദിച്ച 3 ക്വസ്റ്റ്യൻ അതിൻ്റെ ഗ്രാഫ് കൃത്യമായി തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈസ് ഇറ്റ് പോസിബിൾ ഫോർ എ ബോഡി ടു ഹാവ് സീറോ വെലോസിറ്റി വിത്ത് നോൺ സീറോ ആക്സിലറേഷൻ? ഗിവ് ആൻ എക്സാമ്പിൾ. വെലോസിറ്റി 0 എന്നാൽ ആക്സിലറേഷൻ 0 ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ഇങ്ങനെ വരുന്നത് ഒരു റയർ സിറ്റുവേഷൻ ആണ് അല്ലേ? വെലോസിറ്റിയുടെ ചേഞ്ചാണ് നമുക്ക് ആക്സിലറേഷൻ നൽകുന്നത്. എന്നാൽ വെലോസിറ്റി 0 ആയിരിക്കുമ്പോൾ ആക്സിലറേഷൻ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനെ അത് പോസിബിൾ ആണ്. യെസ്, വെൻ എ ബോഡി ഈസ് ത്രോൺ അപ്വാർഡ്സ് അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ, its velocity is 0 but it has an acceleration. ഒരു കല്ല് നാം മുകളിലേക്ക് എറിയുകയാണ്, അല്ലെങ്കിൽ ഒരു വസ്തു നാം മുകളിലേക്ക് എറിയുന്നു. അതിൻ്റെ ഹയസ്റ്റ് പോയിന്റ് ഉണ്ടാവും, ആ പ്രൊജക്ഷൻ്റെ ഹയസ്റ്റ് പോയിന്റ്. അവിടെ വെലോസിറ്റി 0 അതിനുശേഷം ആ ഒബ്ജക്റ്റ് താഴേക്ക് വരികയായിരിക്കും ചെയ്യുക. അപ്പോൾ ആ പോയിന്റിൽ, ആ ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0 എന്നാൽ ഒബ്ജക്റ്റിന് ആക്സിലറേഷൻ ഉണ്ടായിരിക്കുകയും ചെയ്യും. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാവുന്നതാണ്. ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോൾ ത്രോൺ വെർട്ടിക്കലി അപ്വാർഡ് വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ഒരു ഒബ്ജക്റ്റ് വെർട്ടിക്കലി അപ്വാർഡ് ഡയറക്ഷനിൽ നമ്മൾ മുകളിലേക്ക് എറിയുന്നു. ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, അതിൻ്റെ ഗ്രാഫ് ഇവിടെ തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ടുണ്ട്. What is the magnitude of initial velocity of ball? Calculate the distance traveled by the ball during 20 seconds from the graph. Calculate the acceleration of the ball from the graph. നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി ഗ്രാഫിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. 100 മീറ്റർ പെർ സെക്കൻഡിലാണ് ഇത് ആരംഭിക്കുന്നത്, ഇതിൻ്റെ വെലോസിറ്റി. അപ്പം അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ വെലോസിറ്റി ഈക്വൽ ടു 100 മീറ്റർ പെർ സെക്കൻഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് ഗ്രാഫിൻ്റെ ഏരിയയോട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ തന്നിരിക്കുന്നത് 2 ട്രയാങ്കിളുകളാണ്. ആ 2 ട്രയാങ്കിളുകളുടെയും ഏരിയ കണ്ടിട്ട് നമുക്കത് ആഡ് ചെയ്താൽ മതിയാകും. ആദ്യ ട്രയാങ്കിളിൻ്റെ ബേസിനെ ഞാൻ B1 എന്നും H1 എന്നും, രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ബേസിനെ B2 എന്നും ഹൈറ്റിനെ H2 എന്നും വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 2 ട്രയാങ്കിളുകളുടെയും ഏരിയ അത് സം ചെയ്യുന്ന ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം: ഹാഫ് B1 H1 പ്ലസ് ഹാഫ് B2 H2. ഇനി ഇതിൽ ഗ്രാഫിൽ നിന്ന് B1 H1 B2 H2 എന്ന വാല്യൂസ് നമുക്ക് കണക്കാക്കാവുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതാമല്ലോ: ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 100 പ്ലസ് ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 100. ഗ്രാഫിൽ നിന്ന് B1 H1 B2 H2 എന്ന വാല്യൂ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ 1000 മീറ്റർ എന്ന് ലഭിക്കും. അപ്പോൾ ഇതാണ് ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ ആക്സിലറേഷൻ. നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പോൾ ആക്സിലറേഷൻ കാണുന്നതിനായിട്ട് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതിയാകും. V2 മൈനസ് V1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 മൈനസ് 100 ഡിവൈഡഡ് ബൈ 10 മൈനസ് 0 ഈക്വൽ ടു മൈനസ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് ലഭിക്കും. ഇതാണ് ആക്സിലറേഷൻ. ഇത്തരത്തിലുള്ള ഗ്രാഫിൽ നിന്ന് അപഗ്രഥിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് വാല്യൂസ് ഉപയോഗിച്ച് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ തക്കതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും +1 ഹയർ സെക്കൻഡറി എക്സാമിനേഷന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഗ്രാഫിൽ നിന്ന് വാല്യൂസ് അപഗ്രഥിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അത് നാം
ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ്. തീർച്ചയായും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രോ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. യൂസിങ് ദ ഗ്രാഫ് obtain the velocity time relation, displacement time relation and displacement velocity relation. നമുക്ക് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ നാം പഠിച്ച 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ട്. v ഈക്വൽ ടു u പ്ലസ് എ ടി, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഈ 3 ഇക്വേഷൻസും നമുക്ക് ഡിറൈവ് ചെയ്തേണ്ടതായിട്ട് ഉണ്ട്. ഒരു ഗ്രാഫ് വരച്ചതിന് ശേഷമാണ് നാം ഇതെല്ലാം ഡിറൈവ് ചെയ്യുന്നത്. ഈ ഗ്രാഫ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഈ വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് ഒന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കി ഇരിക്കേണ്ടതാണ്. ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്ന ആ പോയിന്റാണ് എ. യു ആണ് ഇനീഷ്യൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി, ഈ ഒബ്ജക്റ്റിൻ്റെ യാത്ര അവസാനിക്കുന്ന ബി എന്ന പോയിന്റിലാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അവിടുത്തെ ടൈം ടി ആണ്. അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് വി ആണ്. അതാണ് ഫൈനൽ വെലോസിറ്റി. അപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ആ ബി ടു സി അതിനിടയിൽ അനുഭവപ്പെടുന്ന വെലോസിറ്റിയാണ് വി മൈനസ് യു. അതാണ് വെലോസിറ്റിയുടെ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അവസാനിക്കുന്ന അല്ലെങ്കിൽ യാത്ര അവസാനിക്കുന്ന ടൈം എന്ന് പറയുന്നത് ടി ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി നമുക്ക് ഓരോ റിലേഷനായിട്ട് ചെയ്തു പോകാം. വെലോസിറ്റി ടൈം റിലേഷൻ. ഫ്രം ദി ഗ്രാഫ് ആക്സിലറേഷൻ ഈക്വൽ ടു സ്ലോപ്പ്. ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആക്സിലറേഷൻ സ്ലോപ്പിൽ നിന്ന് കണ്ടുപിടിക്കാം. അതായത് ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുക്കുക. അപ്പോൾ ഗ്രാഫിൻ്റെ സ്ലോപ്പ് അഥവാ ചെരിവ് എന്ന് പറയുന്നത് ബി സി ഡിവൈഡഡ് ബൈ എ സി ചെയ്താൽ മതി. ബി സി എന്ന് പറയുന്നത് ഗ്രാഫിൽ നിന്ന് നമുക്കറിയാം വി മൈനസ് യു ആണ്. എ സി എന്ന് പറയുന്ന അളവ് ടൈമാണ് ടി. എ ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി എന്ന് നമുക്ക് ലഭിക്കും. ഈ ടി എ സമത്തിന് ഇടതുവശത്തേക്ക് കൊണ്ടുവരുമ്പോൾ വി മൈനസ് യു ഈക്വൽ ടു എ ഇൻറ്റു ടി. ഇതിൽ നിന്ന് വെലോസിറ്റിയുടെ ഇക്വേഷനായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. വി ഈക്വൽ ടു മൈനസ് യുവിനെ സമത്തിന് വലതുവശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ യു പ്ലസ് എ ടി എന്ന രീതിയിലായി. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ വി ഈക്വൽ ടു യു പ്ലസ് എ ടി. നോക്കൂ, അതിൻ്റെ ഏറ്റവും ഇടത് സൈഡിൽ വെലോസിറ്റിയും ഏറ്റവും വലത് സൈഡിൽ ടൈമുമാണ് നമുക്ക് കിടക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വെലോസിറ്റി ടൈം റിലേഷൻ എന്നതിനെ വിളിക്കാം. അടുത്ത റിലേഷൻ നോക്കാം. പൊസിഷൻ ടൈം റിലേഷൻ. ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എ ബി എന്ന ആ ലൈനിൻ്റെ താഴെ വരുന്ന ഏരിയ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആ ഷേപ്പ് കൃത്യമായി തന്നെ പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഷേപ്പിനെ ഞാൻ രണ്ടായിട്ട് ഇവിടെ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗം ഒരു സ്ക്വയറും ഒരു ഭാഗം ഒരു ട്രയാങ്കിളുമായി നമുക്ക് കിട്ടും. അപ്പോൾ എ ബി സി എന്നൊരു ട്രയാങ്കിളും ഒ എ സി ഡി ഒ എന്ന ഒരു സ്ക്വയറും നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ക്വയറിൻ്റെയും ട്രയാങ്കിളിൻ്റെയും ഏരിയ കണ്ടുപിടിച്ച് അത് ആഡ് ചെയ്താൽ നമുക്ക് എ ബി എന്ന ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ആ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതുതന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അത് ചെയ്യുമ്പോൾ എസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് സ്ക്വയർ. എസ് ഈക്വൽ ടു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ യു ഇൻറ്റു ടി എന്ന് നമുക്ക് ലഭിക്കും. അടുത്തത് ഏരിയ ഓഫ് ട്രയാങ്കിൾ നമുക്ക് ഹാഫ് ഇൻറ്റു വി മൈനസ് യു ഇൻറ്റു ടി എന്ന് ലഭിക്കും. ഹാഫ് ബി എച്ച് എന്ന ഇക്വേഷനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഇക്വേഷനിൽ വി മൈനസ് യു എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ടി ആണ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള
ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചപ്പോൾ ബ്രാക്കറ്റിൽ കിട്ടിയ വി മൈനസ് യുവിന് പകരം എ ടി എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയായി മാറും: എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി ഇൻറ്റു ടി. അത് ചേർത്ത് എഴുതുമ്പോൾ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതാ നമ്മുടെ ഇക്വേഷനായി. ഈ ഇക്വേഷൻ്റെ ഏറ്റവും ഇടത് സൈഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് അഥവാ പൊസിഷനും ഏറ്റവും വലത് സൈഡിൽ ടൈമുമാണ്. അതുകൊണ്ട് ഇതിനെ പൊസിഷൻ ടൈം റിലേഷൻ എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വിളിക്കാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ റിലേഷൻ, പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. എവിടെ നിന്നാണ് ഈ ഇക്വേഷൻ കിട്ടിയത്? ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന ഇക്വേഷനിൽ നിന്ന് തന്നെയാണ്. ഇതിൽ ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു വി പ്ലസ് യു ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. രണ്ട് വെലോസിറ്റികളാണ് വിയും യു. അതുകൊണ്ട് തന്നെ നമുക്ക് ആവറേജ് വെലോസിറ്റി വി പ്ലസ് യു ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ഇനി ഇക്വേഷൻ 1ൽ നമ്മൾ കണ്ടതാണ് വി മൈനസ് യു ഈക്വൽ ടു എ ഇൻറ്റു ടി എന്നാണ്. അതിൽ നിന്ന് ടൈം ടി കണ്ടുപിടിക്കാമല്ലോ. ടി ഇസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ എന്ന് എഴുതാം. ഇനി നമുക്ക് ഈ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. നമ്മൾ രണ്ടും കണ്ടുപിടിച്ചു. ആവറേജ് വെലോസിറ്റി വി പ്ലസ് യു ഡിവൈഡ് ബൈ 2 ആണ്. ടൈം എന്ന് പറയുന്നത് വി മൈനസ് യു ഡിവൈഡ് ബൈ എ ആണ്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടാൻ. എസ് ഈക്വൽ ടു വി പ്ലസ് യു ഡിവൈഡ് ബൈ 2 ഇൻറ്റു വി മൈനസ് യു ഡിവൈഡ് ബൈ എ. നോക്കൂ, ഇവിടെ വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ഒരു റിലേഷൻ്റെ രീതിയിലാണ് ഇത് കിടക്കുന്നത്. അവിടെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അതിന് കറസ്പോണ്ടിങ് ആയി ഇവിടെ നമ്മൾ എഴുതുമ്പോൾ എസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ 2a എന്ന് ലഭിക്കും. ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്താൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as, 2a എന്ന ടേമിനെ നമ്മൾ സമത്തിൻ്റെ ഇടതുവശത്തേക്ക് കൊണ്ടുവരുന്നു. ഇതൊന്നുകൂടി അറേഞ്ച് ചെയ്താൽ, അതായത് മൈനസ് യു സ്ക്വയറിനെ സമത്തിന് വലതുവശത്തേക്ക് കൊണ്ടുവന്നാൽ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് ലഭിക്കും. മൂന്നാമത്തെ നമ്മുടെ ഇക്വേഷനാണ് ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി റിലേഷൻ എന്ന് നമുക്ക് വിളിക്കാം. ഈ റിലേഷൻ മൂന്നും അല്ലെങ്കിൽ ഗ്രാഫും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നോ രണ്ടോ റിലേഷനും ഈ രീതിയിൽ പലതവണ പലതരത്തിൽ നമ്മുടെ +1 എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. എപ്പോഴും ക്വസ്റ്റ്യൻ ഈ രീതിയിൽ തന്നെയാണ് വരാറ്. അപ്പോൾ ഈ ഗ്രാഫും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ 3 റിലേഷനുകളും നല്ല രീതിയിൽ ഡിറൈവ് ചെയ്യാൻ പഠിക്കണം. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കുവാനുള്ള ഏകദേശം 13ഓളം ഗ്രാഫുകളിലെ 3 ഗ്രാഫുകളാണ് അടുത്ത ചോദ്യമായി ചോദിച്ചിരിക്കുന്നത്. ആൻ ഒബ്ജക്റ്റ് ഈസ് അണ്ടർ ഫ്രീ ഫോൾ. നിർബാധം താഴേക്ക് പതിക്കുന്ന ഒരു ഒബ്ജക്റ്റ്. ഡ്രോ ഇറ്റ്സ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. 3 രീതിയിലുള്ള ഗ്രാഫുകൾ നാം വരയ്ക്കാൻ പഠിച്ചിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഈസ് ഗിവൺ ബിലോ. ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇവിടെ തന്നിരിക്കുന്നതിന്റെ വാല്യൂസും കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങൾ നോക്കാം. വിച്ച് പോർഷൻ ഓഫ് ദ ഗ്രാഫ് റെപ്രസെന്റ് യൂണിഫോം റിട്ടാർഡേഷൻ? Find the displacement in time 2 seconds to 7 seconds. A stone is dropped from a height h. Arrive at an expression for the time taken to reach the ground. ഈ 3 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത്, യൂണിഫോം റിട്ടാർഡേഷൻ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് എവിടെയാണ് കാണുന്നത്? ആക്സിലറേഷൻ യൂണിഫോമായി കുറഞ്ഞു വരുന്ന അവസ്ഥ ഈ ഗ്രാഫിൽ എവിടെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? ബി ടു സി പോയിന്റുകളാണ് നമുക്ക് അങ്ങനെ കാണുവാൻ സാധിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ടൈം 2 സെക്കൻഡ് ടു 7 സെക്കൻഡ്. നമുക്ക് ആ ഗ്രാഫിൽ ഇപ്പോൾ ഞാൻ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയയിൽ കാണാൻ സാധിക്കും. അതാണ് 2 സെക്കൻഡ് മുതൽ 7 സെക്കൻഡ് വരെയുള്ള ഈ ഗ്രാഫിന്റെ ആ പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആയതുകൊണ്ട് ആ എ മുതൽ ബി വരെയുള്ള ആ പോയിന്റുകൾക്കിടയിലുള്ള അണ്ടർ ആയിട്ടുള്ള ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അതായത് ആ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അവിടെ റെക്റ്റാങ്കിളിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് 6ഉം
അതുപോലെ തന്നെ 5 നമുക്ക് ലഭിക്കും. ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ 6 × 5 = 30 മീറ്റർ ആയി ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് വളരെ ഈസിയായി കണ്ടുപിടിക്കാം. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് h. Arrive at an expression for the time taken to reach the ground. ഈ ഹൈറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ എപ്പോഴും രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ ആണ് നമ്മൾ എപ്പോഴും അതിനു വേണ്ടി തിരഞ്ഞെടുക്കാറ്. അപ്പോൾ ഇവിടെ ഹൈറ്റ് h എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് -h എന്ന് ഉപയോഗിക്കാം. നമുക്ക് ഇക്വേഷൻ ആദ്യം ഒന്ന് എഴുതുക. s = ut + ½ at². അതിൽ എസിന് പകരം -h കൊടുക്കുക. അപ്പോൾ ഇത് ഇനീഷ്യൽ വെലോസിറ്റി ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 നമുക്ക് കണക്കാക്കാം. അപ്പോൾ വലത് സൈഡിലത്തെ ut എന്ന ടേം 0 ആകുന്നു. -½ gt². ഇത് താഴേക്ക് വരുന്നതായതുകൊണ്ട് -a ആക്സിലറേഷനെ നമ്മൾ -g എന്ന് പരിഗണിക്കുന്നു. അങ്ങനെ ഇക്വേഷൻ -h = 0 -½ gt² എന്നാവുന്നു. ഇനി നമുക്ക് ടൈം ആണല്ലോ കണ്ടുപിടിക്കാനുള്ളത്, അതുകൊണ്ട് ഈ ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്യുക. അങ്ങനെ t² = -2h/g എന്നും t = √2h/g എന്നും എളുപ്പത്തിൽ നമുക്ക് ലഭിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും വളരെ രീതിയിൽ കണ്ടിട്ടുണ്ട്. ഗ്രാഫിൽ നിന്ന് നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിച്ച് ചെയ്യുവാൻ സാധിക്കുന്ന, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും പ്രിപ്പയർ ചെയ്ത് ഇരിക്കുക. +1 ഫിസിക്സ് മൂന്നാമത്തെ ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഈ ചാപ്റ്ററിന്റെ ക്വിക്ക് റിവിഷൻ വീഡിയോ ആണ് നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇന്ന് കണ്ടത്. പ്രധാനമായും ഗ്രാഫുകളെയും ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്ന രീതിയിലുള്ള ടോപ്പിക്കുകളെയും നിലനിർത്തിയാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറ്. അപ്പോൾ മോഷനുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രോബ്ലംസും ഇതിൽ നിന്ന് വരാറുണ്ട്. വർക്കൗട്ട് ചെയ്തിരിക്കുന്ന പ്രോബ്ലംസ് നല്ല രീതിയിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അടുത്ത ചാപ്റ്ററിൻ്റെ ക്വിക്ക് റിവിഷൻ വീഡിയോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഫിസിക്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭ്യമാകുവാൻ ഈ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായി നമുക്ക് കാണാം. അതുവരെ നമസ്കാരം.